അമിതവണ്ണമുള്ള ആളുകൾ അത് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്തു നോക്കും, വ്യായാമം ചെയ്തു നോക്കും, ജിമ്മിൽ പോയി നോക്കും, പല അഭ്യാസങ്ങളും ചെയ്തു നോക്കും. പക്ഷേ അതിൽ പല ആളുകൾക്കും വിചാരിച്ചൊരു ഇഫക്റ്റ് ഉണ്ടാവാറില്ല. ഇങ്ങനെയുള്ള ആളുകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ വണ്ണം കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം ഡയറ്റിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക എന്നതാണ്. പൂർണ്ണമായും കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. എന്നാൽ പഞ്ചസാര അമിതമായിട്ട് അടങ്ങി ബേക്കറി സാധനങ്ങൾ, സ്വീറ്റ്സ് ആയിട്ടുള്ള പലഹാരങ്ങൾ, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ, ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായും ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഒരേ അളവിൽ കൃത്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ കാര്യം വിശ്രമം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും ചിലവാകുന്ന ഊർജ്ജത്തെ റീസ്റ്റോർ ചെയ്യുന്നത് വിശ്രമിക്കുന്ന സമയത്താണ്. ഈ റീസ്റ്റോർ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പിന് ശരീരം അലിയിച്ചെടുത്ത് റീസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള എനർജിയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിൽ വ്യായാമം ചെയ്യുന്നുവോ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള സമയം നിങ്ങൾ വിശ്രമിക്കേണ്ടതാണ്. ഇത്തരം കേസുകളിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഓരോ വ്യക്തിക്കും അവരുടെ സാഹചര്യത്തിനും അവരുടെ ആരോഗ്യസ്ഥിതിക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വിദഗ്ധോപദേശം വേണ്ടി വരാം.